ഇത്ര പറഞ്ഞാലും അത് പറയാലോ, ഇത്ര നമ്മൾ അത് അങ്ങനെയല്ല. നമ്മള് പറഞ്ഞു നാളെ ആയിരിക്കും. അതായത് നമ്മൾ ഒരിക്കലും പെണ്ണുങ്ങളെ മൊത്തത്തിൽ സൂചിപ്പിക്കരുത്. മൊത്തത്തിൽ സൂചിപ്പിച്ച് അവർക്ക് വെക്കുന്ന പോവില്ലേ. പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മക്കളുണ്ടാവുക. അപ്പൊ നിങ്ങൾ നിർത്തി ചെയ്യണം. നിങ്ങൾ സാവകാശം ഒരുമിച്ച് പോക്കാൻ വേണ്ടിയിരിക്കണം. അങ്ങനെ ചെയ്യണം. അതിന് കുറെ വഴികളൊക്കെ ഉണ്ട്, എങ്കിലേ മക്കളുണ്ടാവുള്ളൂ. മനസ്സറിഞ്ഞതാ. അപ്പൊ നിർത്തി സൂചിപ്പിക്കുക. ആദ്യം, പിന്നെ ഊരുക, പിന്നെ ബാക്കി നൂലാമാലകൾ ചെയ്യുക, പിന്നെ ഊരുക, പിന്നെ നൂലാമാലകൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ പെണ്ണുക്ക് ഭയങ്കര സുഖമായിരിക്കും. സത്യം. പിന്നെ സ്പീഡ് കൂട്ടണം, പിന്നെ ഊരുക, പിന്നെ നൂലാമാല ചെയ്യുക. നൂലാമാല എന്താണെന്ന് അറിയാലോ. ഓക്കെ, അത് നൂലാമാല എന്ന് ഞാൻ പറയും, അത് അടിക്കുക. നൂലാമാല വേറെ. ഊരുക, ഊരുക, നൂലാമാല ചെയ്യുക, പിന്നെ ഊരുക, നൂലാമാല ചെയ്യുക. എനിക്ക് കൂടെ എനിക്ക് പച്ചക്ക് പറയാൻ പറ്റില്ല കേട്ടാ. എന്നിട്ട് ലാസ്റ്റ് ആവുമ്പോ നന്നായിട്ട് സുഖം വരും. അപ്പൊ രണ്ടുപേരും കളയാം. അപ്പോഴാണ് നമുക്ക് മക്കളുണ്ടാവുക കേട്ടോ. ട്രൈ ചെയ്യും. ഞങ്ങളങ്ങനെയാ ട്രൈ ചെയ്തേ. നൂലമാല എന്താണ് പാടുന്നത്? അയ്യോ, അറിയാത്ത പയ്യൻ. നൂലാമാസ് എന്തു പറ്റി ചേച്ചി? നൂലാമാല അറിയുന്നൊരു കൈ വന്നിരിക്കട്ടെ, ഞാൻ നോക്കട്ടെ. മൈനിക്കറിയോ നൂലാമാല എന്താന്ന്? ഞാൻ നോക്കട്ടെ. ഇതിൽ എത്ര ആണുങ്ങൾക്ക് അറിയാം നൂലാമാല? എസ് ഞാൻ പറഞ്ഞു തരും. ഞാൻ പറ, നൂലാമാല എന്താന്ന് അറിയുന്നൊരു കൈ കുത്തിക്കും. ഊരുക, നൂലാമാല ചെയ്യുക. ഊരുക, നൂലാമാല ചെയ്യുക. ഓക്കെ. അറിയാത്ത പിള്ളേര്. എനിക്കറിയില്ല. ഒന്നും അറിയണ്ട, പഠിച്ചിട്ടോ. എനിക്കറിയില്ലടോ. ഫോർ പ്ലേ. അതെന്താ ഫോർ പ്ലേ? അതന്നെ ഫോർ പ്ലേ. മറ്റേത് അതല്ല, അത് ഞാൻ വീഡിയോ വിട്ടാന്നില്ല. അത് അറിയാം, അത് ചെയ്യണം. അതാണ് മോനെ സുഖം. അതറിയില്ല. ആ പെണ്ണുക്ക് ഏറ്റവും സുഖം കിട്ടുന്നത് അതാണ്. ഫേവറേറ്റ്. അതെ, മൈനയുടെ ഫേവറേറ്റ്. ആ നൂലാമാല ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ടക്ക് പിന്നെയും അത് ചെയ്യുക, പിന്നെ ടക്ക്. ഒട്ടുമിക്ക പെണ്ണുങ്ങളുടെ ഫേവറേറ്റ് അങ്ങനെ ചെയ്യണം. ഊരുക, ചെയ്യുക. ഓക്കെ. അതിനിടയിൽ ചുണ്ടോ യൂസ് ചെയ്യുക. പിന്നെ ഇടക്കിടക്ക് പൊന്തിച്ചു കൊടുക്കുക. ഇടക്കിടക്ക് അവന് പൊന്തിച്ചു കൊടുക്കുക. പൊന്തിച്ചു കൊടുക്കണം? അതും പെണ്ണുക്ക് ഏറ്റവും കൂടുതൽ സുഖം. അങ്ങനെയൊക്കെ കാണിച്ചാലേ മക്കളുണ്ടാവുള്ളൂ കേട്ടോ. ഇടക്കിടക്ക് രണ്ടും പൊന്തിച്ചു കൊടുക്കുക. ചെയ്യുന്നതിന്റെ ഇടയിൽ. ഓക്കെ. അതെന്താ? ടക്ക് അതടിക്കുക. നൂലാമാല ഒന്ന് മൈനയുടെ ഫേവറേറ്റ്. അതെല്ലാം ഒട്ടുമിക്ക പെണ്ണുക്കും ഭയങ്കര, എല്ലാ പെണ്ണുങ്ങളുടെ ഫേവറേറ്റ് ആണ്. രണ്ടാമത് പൊക്കി കൊടുക്കുക 2 ഇന്നാ എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് 2 ചേർത്ത് പിടിക്കുക. എന്നിട്ട് 2 ഒരുമിച്ച്. ഈ കൊതിപ്പിക്കുക. അയ്യോ, ഞാൻ കൊതിപ്പിക്കുന്നല്ല. കല്യാണം കഴിഞ്ഞ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പഠിച്ചോ? ഇങ്ങനെയൊക്കെയാണ്. മനസ്സിലായ? തല്ല് വരുന്നോ ചേച്ചി? മോൾക്ക് തല്ല് വേണോ? ഡീറ്റെയിൽസ് ഒന്ന് പറയൂ ചേട്ടാ. പെണ്ണുങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫേവററ്റ് എന്താ? മൈന ഫേവററ്റ് പറയുന്നത് എന്താണ് ബിജി? മൈനയുടെ ഫേവററ്റ് എന്ന് പറയുന്നത് അത് എനിക്കറിയില്ല. അത് ഞാൻ എങ്ങനെ പറയാ? എൻ്റെ മൈൻഡൊക്കെ ഫേവററ്റ് ഒന്നാ. മൈനിക്ക് എന്താണ് ഇഷ്ടം അതാണ് എൻ്റെ ഇഷ്ടം. എനിക്ക് എന്താണ് ഇഷ്ടം അതാണ് മൈനിക്ക് ഇഷ്ടം. ഓരോരുത്തരും ഓരോരോ ഫേവററ്റ് ആണ്. ഇപ്പൊ ദാണ്ടെ ഇവിടെ പെണ്ണുങ്ങൾ ആരൊക്കെയുണ്ട്? ആരെങ്കിലും പറയോ ചേട്ടാ മൈനിക്ക് ബാക്കിൽ അത് ഇഷ്ടം? ചേച്ചി അതൊന്നും ഞങ്ങളുടെ ഫേവററ്റ് അല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. നന്നായി. ബാക്കിലടി ആർക്കും ഇഷ്ടമല്ല. ബിജി മുതിരയെ പൊക്കി. മുതിരയാ? ഏത് മുതിര? പോടപട്ടി. എനിക്കൊന്നും മൈനിക്കൊന്നും ബാക്കല്ല ഇഷ്ടം. നിങ്ങൾക്കറിയോ ആരെങ്കിലും എന്താണ് ഫേവററ്റ് എന്ന്? എല്ലാ ആണുങ്ങളുടെ ശ്രദ്ധിക്ക്. ആദ്യം ബന്ധപ്പെടുമ്പോൾ ടക്ക് അടിക്കുക, വീണ്ടും ഊരുക, പിന്നെന്താ നൂലാമാല ചെയ്യുക, പൊന്തിച്ചു കൊടുക്കുക,
എല്ലാം ചെയ്യുക. പിന്നെയും കയറ്റുക, പിന്നെ ഊരുക, നൂലാമാല ചെയ്യുക, പൊന്തിച്ചു കൊടുക്കുക. ഇതാണ് ഓക്കെ. അങ്ങനെ ചെയ്യണം. അല്ലാണ്ട് അടിച്ചിട്ട് കാര്യമില്ല. അതിന് വേറൊരു സുഖം. ആർത്തിയോടെ ചെയ്യരുത്. പതുക്കെ സാവകാശം വെച്ചിട്ടൊക്കെ വേണം ടേസ്റ്റ് ഒക്കെ നോക്കാൻ. അല്ല മൈനാണ്. മൈലേ നിന്റെ ഫ്രണ്ട് അല്ലേ മുരാദി? ഏത് മുരാദി? അയ്യേ, ആ കിളവനാ. എനിക്കൊന്നും എന്റെ അല്ല, ആ മറ്റയാളുടെ ആളാ. മറ്റയാളുടെ കൂട്ടുകാരനാണ് ആ മുരാരി. അവരൊക്കെ പോയിട്ട് കുളത്തുറം ചെയ്യുന്നത്. എന്റെ ആരുമല്ല മുരാരി. ആ മുരാരിയെ പണ്ട് എന്റെ റൂമിന്റെ താഴെ വന്നാ എന്തോ ഡിസ്കസ് ചെയ്യാൻ. ഞാൻ പോയൊന്നുമില്ല കേട്ടോ. വേറൊരാളാ അതിന്റെ ആശാത്തി. ഞാനൊന്നുമല്ല. പെണ്ണു ഞാൻ പറഞ്ഞത് മനസ്സിലായ? ഞാൻ ടോമി. അതോ ഇനി ആർക്കും ഒന്നും അറിയില്ല എന്ന് എന്നോട് പറയരുത് കേട്ടോ. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു നിൽക്കുന്നു. അപ്പോ എന്താ അപ്പ്? ബിജി സാസേ നീ വരുമ്പോ എന്നെ കാണാൻ വരുമ്പം എന്റെ ഫേവററ്റ് ഒക്കെ നീ ഓർത്ത് വെച്ചോണം. ഓക്കെ? എനിക്ക് ഞാൻ പലതും പറയും. ആളിപ്പോൾ കൂടും പിന്നല്ല. അതല്ലേ അങ്ങനെയാണല്ലോ അബ്ദു. അവനെ പിടിച്ച് ഇനി ഉളുപ്പുള്ളവെന്ന് പറഞ്ഞില്ലേ, അവനെ പിടിച്ച് ആദ്യം ബ്ലോക്ക് അടിച്ച്. അവിടെ ആ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? എനിക്ക് തീരില്ല മൈരെ. അവനെ ബ്ലോക്ക് അടിച്ചോളൂ. ഇനി നീ ലൈവ് കാണണ്ട. അപ്പോ ബ്ലോക്ക് ചെയ്യും. അവനെ ബ്ലോക്ക് അടിക്കും. ഇവൻ ഇനി ഈ ലൈവ് അവൻ കാണണ്ട. പോടാ, ഉളുപ്പുണ്ടായിട്ടാണോ കേൾക്കുന്നേ? കറക്റ്റ്. നീ പോടാ, പിന്നല്ല. അവൻ ഉളുപ്പുണ്ടായിട്ടാണോ അവൻ വന്നത്? അവൻ കേൾക്കുകയും വേണം, സൂഹിക്കുകയും ഞാൻ എല്ലാം ചെയ്യണം. അവൻ കേൾക്കുകയും വേണം, സൂഹിക്കുകയും ഞാൻ എല്ലാം ചെയ്യണം. എന്നിട്ട് കിടന്ന് ഉളുപ്പുണ്ടോന്നേ. എന്നിട്ട് കിടന്ന് ഉളുപ്പുണ്ടോന്ന് എന്നോട്. അവരെന്താ നമ്മളെ അകത്ത് വരാത്ത? അവർക്കൊക്കെ പേടി ചെയ്തുകൊണ്ടാണ് അകത്ത് വരാത്ത. മനസ്സിലായ? ഈ ലൈവ് ഇപ്പൊ 132 പേരൊന്നല്ല കാണുന്നത്. 2000 പേരെങ്കിലും ഈ ലൈവ് കാണുന്നുണ്ട്. അവര് മൊത്തം പുറത്തുനിന്ന് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. മനസ്സിലായ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ലൈവില് പുറത്തുനിന്ന് ലൈവ് അകത്ത് കയറുക. പുറത്തുനിന്ന് വാച്ച് ചെയ്യുന്ന എല്ലാവന്മാരും പക്ക മറ്റെന്ന് ഞാൻ പറയും. തന്തയ്ക്ക് പറഞ്ഞ തന്തയ്ക്ക് ഓർത്തുണ്ടെങ്കിൽ അകത്ത് കയറി ഇവിടെ വന്നിരിക്കും. പുറത്തുനിന്ന് വാച്ച് ചെയ്യുന്ന എല്ലാവരുടെ ശ്രദ്ധിക്കും. നോക്കിക്കോ. ഇത് പുറത്തുനിന്ന് വാച്ച് ചെയ്ത് ഒരുപാട് പേര് ആസ്വദിക്കുന്നുണ്ടോ? എനിക്കറിയാലോ. നമ്മളറിയാത്തിയ ജാസി ഉണ്ടല്ലോ പറയണം വന്നിട്ട്. അല്ല പിന്നെ ഒന്ന് ബോഡി കള്ളി. ജാസി എന്ത് പറഞ്ഞു? ജാസിക്ക് എന്ത് പറ്റിയേ? എടുത്തൊരു ഗെയിം കളിച്ചു ജയിക്ക്. ജാസി എന്റെ ഫ്രണ്ടോ കിട്ടില്ല. കൊറേ ജാസിനെ കണ്ടിട്ടല്ലേ. നിന്നെ കാണാൻ നിന്നെ തേടി. ജാസി ലൈവ് കത്തിക്കുന്നു. അതെന്താ? അടുത്ത പ്രശ്നം എന്താണ്? ജാസി പ്രസവിച്ചു. എന്തേലും കത്തിക്കിട്ട് നമുക്ക് കത്തിക്കൊന്നും വേണ്ട. അപ്പൊ നമ്മൾ ഇങ്ങനെ രണ്ടും സംസാരിച്ചിട്ട് പോയി. ചേച്ചി സൂപ്പറാണ്. നിന്നെ തെറി പറയും. ഇല്ല, സമാധാനം മതി, കഴുകിയൽ വേണ്ട. സമാധാനം മതി, കത്തിക്കൽ വേണ്ട. അങ്ങനെയാണോ? എന്റെ അതോ പക്കച്ചരൻ. നമുക്കിവിടെ അതിലും നല്ല കത്തലാണ്. അല്ല, ഹലോ, വാക്കുകൾ സൂക്ഷിച്ചു. ഓക്കെ? നീ പോടാ. വാക്കുകൾ സൂക്ഷിക്കാൻ പറയാം. നീ ആരാ? നീ അല്ല ഇവിടെ അല്ലേ? വിജി നാട്ടിൽ നിന്നും തിരിച്ചെത്തി കളികളൊക്കെ മുടങ്ങാണ്ട് നടക്കുന്നു. കസ്റ്റമേഴ്സിനൊന്നും കുറവില്ല. പണിയൊക്കെ നടന്നു. ഇപ്പൊ വന്നിട്ട് 2 ദിവസമായി 25 കസ്റ്റമറെ എടുത്തു. ഒരു കുഴപ്പമില്ല കേട്ടാ. എല്ലാം അടിപൊളിയായിട്ട് സുഖമായിട്ട് നടക്കുന്നു. മുത്ത്, നിന്നെ ആര് തെറി പറഞ്ഞു? നീ തന്നെ. ഇങ്ങനെ നുണച്ചെന്ന് പറയണ ഇവിടെ വന്നിട്ട്. നീ കേട്ടോടാ എന്നെ തെറി പറയണേ? പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യം എന്താ? നീ കേട്ടോടാ ജാസ്തി എന്നെ തെറി കളിക്കണത്? മറ്റുള്ളവർ വന്ന് കുറ്റം പറയുന്ന
പിന്നെ എന്തിനാ നുണ പറയേണ്ട ആവശ്യം?